പറഞ്ഞു വന്നതിന്റെ ആകത്തുക ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഈ വിഷയത്തിലുള്ള തർക്കത്തിന്റെ മർമ്മം ചന്ദ്രന്റെ പിറവി ഉണ്ടായിരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ബോധ്യപ്പെടുന്നതിന് പകരം അതിന്റെ മാധ്യമങ്ങളിൽ അത് ഏതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കണമെന്ന മാധ്യമങ്ങളിൽ തർക്കിച്ച് വളരെ വ്യത്യസ്തമായ എന്ന് പറഞ്ഞാൽ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള കുഫറാകാൻ സാധ്യതയുള്ള നസീബ് എന്നതിലേക്കും അതേപോലെ തന്നെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഹറാമായ ദിവസങ്ങളിൽ നോമ്പ് തുറക്കുക, ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കുമെല്ലാം പോകാൻ സാധ്യതയുള്ളതാണ് ഈ വിഷയത്തിലുള്ള നമ്മുടെ തെറ്റായ നിലപാട് എന്ന് ഈ വിഷയത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടണം. കാരണം ഈ വിഷയത്തിൽ വരുന്ന ഏതൊരു അബദ്ധവും നമ്മളെ നിസ്സാരമായ തെറ്റിലല്ല, ഒന്നുകിൽ ഹറാമിലോ അല്ലെങ്കിൽ കുഫറിലോ കൊണ്ടെത്തിക്കും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിത കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു നബി കാണാതെ നബി കണ്ടിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം ആ ദിവസം നോമ്പ് നോറ്റുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആ വിഷയം അഥവാ മാസം ഉണ്ടായിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട് എന്ന മെസ്സേജ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനോട് നോമ്പ് മുറിക്കുവാനും അടുത്ത ദിവസം ഈദിന് വരുവാനും അവരോട് കൽപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? വിവരം കിട്ടാതാവുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചത്. എന്നാൽ നമ്മൾ പ്രവർത്തിക്കുന്നതോ അതുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ ശേഷവും കണ്ടില്ല എന്ന കാരണം പറഞ്ഞിട്ടാണ് എന്നുള്ളത് നമ്മളിവിടെ ബോധ്യപ്പെടേണ്ട വിഷയമാണ്. അഥവാ ഒരു കാര്യം ഉണ്ടോ ഇല്ലേ എന്നതല്ല നമ്മളുടെ തത്വം, മറിച്ച് ആ വിഷയം ഒരാൾ തന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടില്ല എന്നുള്ളതാണ് ഇവിടെ മർമ്മമാക്കുന്നത്. ഇനി ഒരു കണ്ടു എന്ന വിവരം കിട്ടിയാൽ തന്നെ എന്റെ ഈ വിഷയത്തിൽ വിഷയം സംസാരിച്ച അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള ഞാൻ ആദ്യകാലത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകൾ തന്നെ ആ വിവരം കിട്ടിയത് കൃത്യമായി അറിഞ്ഞാലും അത് ഞങ്ങളുടെ മസ്ലഹ് അഥവാ ഞങ്ങൾ ജീവിക്കുന്ന സംസ്ഥാനത്തിന്റെ ഇത്ര പരിധിക്കുള്ളിൽ എന്ന് വന്നാൽ മാത്രമേ അത് ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അതേ സമയത്ത് ഇവിടെയുള്ള ആളുകൾ അഥവാ കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ചിട്ടുള്ള ആളുകൾ കേരളത്തിന്റെ പിറവിയെ അടിസ്ഥാനമാക്കി ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ വൈരുദ്ധ്യത്തിനും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവുണ്ടോ എന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഇത് മറ്റുള്ള വിഷയം പോലെയല്ല. കേരളത്തിലുള്ള ആളുകൾ കേരളത്തിന്റെ ഒരു ജാതി പ്രശ്നമായി അഥവാ ഭാഷയുടെ പ്രശ്നമായി മാസപ്പിറവിയെ മാറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്താ കാരണം? മാസപ്പിറവി കേരളത്തിൽ കണ്ടാൽ കേരളത്തിന് പുറത്തു വന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അംഗീകരിക്കും. എന്നാൽ കേരളത്തിന് പുറത്ത് മാസപ്പിറവി ദൃശ്യമായാൽ കേരളത്തിലുള്ളവർ അംഗീകരിക്കില്ല. ഈ കാര്യത്തിലും ഖുർആനിലും ഹദീസിലും തെളിവുണ്ടോ എന്നത് കൂടി മറുഭാഗം വ്യക്തമാക്കണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇവിടെ കാഴ്ചയോ കണക്കോ അല്ല പ്രശ്നം, കൃത്യമായി ഗണ്യമായി ഉണ്ട് എന്ന് ബോധ്യമായ ശേഷവും അതിനെ പരിധി നിശ്ചയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് യാതൊരു തെളിവുമില്ല എന്ന് ഗണ്യമായെന്ന് ഞാൻ പറയുന്നു. ഈ വിഷയം പല ആളുകളുമായി ചർച്ച ചെയ്ത് പണ്ഡിതന്മാരുമായി അവരുടെ വിവരം ശേഖരിച്ച ശേഷമാണ് ഞാനിത് പറയുന്നത്. ഇതെന്റെ സ്വന്തമായ ഗവേഷണമോ ഞാൻ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയതോ അല്ല. ഇഖ്തിലാഫുൽ മത്താലി എന്നത് വിഷയമാണ്. ഇഖ്തിലാഫുൽ മത്താലി വിഷയമല്ല എന്ന് അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള ആളുകൾ പറയാനുള്ള കാരണം ഇഖ്തിലാഫുൽ മത്താലി ചർച്ച ചെയ്താൽ പ്രശ്നം സങ്കീർണമാവും എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇഖ്തിലാഫുൽ മത്താലി വിഷയത്തിന്റെ പ്രശ്നമാണ്. കാരണം ഒരു സംഘടന എന്ത് നിലപാടെടുക്കുന്നു ആ നിലപാടിൽ തുടരണമോ ഇല്ലേ എന്നതല്ല പ്രശ്നം, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പഠിപ്പിച്ച വിഷയത്തിൽ തെറ്റിപ്പോയത് ആര്, എന്താണ് ശരിയായ നിലപാട്, എതിരേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത് എന്ന് തീരുമാനിക്കുവാനും നോമ്പും പെരുന്നാളും പണ്ട് നമ്മൾ കേരളത്തിലുള്ള ആളുകൾ കേരളത്തിൽ ഞങ്ങളൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് സുന്നികളായ ആളുകളോട്, നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റല്ല. അപ്പോൾ നോമ്പും പെരുന്നാളുള്ള ജനങ്ങൾ
പല സന്ദർഭങ്ങളിൽ അങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത്. കാരണം ഇവിടെയുള്ള പ്രശ്നം അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രനെ കണ്ടുകൊണ്ട് അതാണ് അടുത്ത ദിവസ മാറ്റമായി ഇവിടെ തുടങ്ങുന്നത്. ഇവിടെയും ഖുർആൻ സുന്നത്തിൽ നിന്ന് തെളിവുദ്ധരിക്കേണ്ടതുണ്ട്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ മഗ്‌രിബിന് ശേഷം പടിഞ്ഞാറെ ചക്രവാളത്തിൽ മാസപ്പിറവി ദർശിക്കാൻ പോയി, അല്ലെങ്കിൽ സഹാബത്തിൽ ആരെങ്കിലും അങ്ങനെ ദർശിക്കാൻ പോയി, അത് കണ്ട് അത് നബിയോട് അറിയിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം ഒന്നാക്കി ആരംഭിച്ചതാണോ? അല്ലെങ്കിൽ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം സന്ദർഭങ്ങളിൽ ഈ സമയത്ത് അഥവാ മഗ്‌രിബ് ജമാഅത്തിൽ പങ്കെടുക്കാതെ പോയി നിന്ന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് മാസം കണ്ടിട്ട് വരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച് അയച്ചതായോ നമ്മൾക്ക് നമ്മുടെ പഠനത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സുന്നത്തുണ്ടെങ്കിൽ അതും ഇവിടെ വ്യക്തമാക്കേണ്ടതാണ്. കാരണം എന്ന് പറയുകയും നോക്കണം എന്ന് പറയുകയും എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയത് എന്ന് ഇക്കാലം അത്രയും വിശദീകരിച്ചിട്ടില്ല. ഞങ്ങൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. മറിച്ച് നബിയുടെയും സഹാബത്തിന്റെയും രീതിശാസ്ത്രം മൻഹജുസ് സലഫ് അവരുടെ രീതിശാസ്ത്രം എന്തായിരുന്നു? അവർ ആ ഓരോ മാസങ്ങളെയും കണക്കിട്ട് വന്നുകൊണ്ടേയിരുന്നു. അതല്ലാതെ ഇന്ന് ചെയ്യുന്നത് പോലെ 29ന്റെ അന്ന് മാത്രം പോയി നോക്കുകയോ അല്ലെങ്കിൽ 20 മാസത്തിന്റെ അവസാനം മാത്രം പോയി നോക്കുകയോ ചെയ്യുന്ന ഒരു സുന്നത്ത് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കി തരണം. ഇവിടെയാണ് പ്രശ്നം. ഈ പ്രശ്നത്തെ കണക്ക് എന്ന് പറയുന്നത് ഏതോ കണക്കന്റെ കണക്കാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് കൃത്യമായി നമ്മളുടെ വിഷയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ്. കാരണം നമ്മൾ പറയുന്നത് അതല്ല, ഗണ്യതമായ കണക്കാണ്. ഏത് കണക്ക് കൊണ്ടാണോ കാണില്ല എന്ന് പറഞ്ഞ് കണ്ട സാക്ഷികളെ നിങ്ങൾക്ക് ഷഹാദത്ത് കലിമയിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞല്ല ഒഴിവാക്കുന്നത്, നിങ്ങളുടെ അഖീദയിൽ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞല്ല ഒഴിവാക്കുന്നത്. മറിച്ച് എന്താണ്? കാണാൻ സാധ്യതയില്ലാത്ത ദിവസം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാണ്. അതും പറയുന്നത് സുബ്കി ഇമാമിന്റെ ഒരു ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ടാണ്. അവിടെ ഖുർആനില്ല, സുന്നത്തുമില്ല. മറിച്ച് ഞങ്ങൾ പറയുന്നത് ഖുർആൻ പറഞ്ഞു, ഇവിടെ ഹിസാബിനെ പറ്റി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹിസാബിനെ കുറിച്ച് കൃത്യമായ ബോധം ഞങ്ങൾക്കില്ല. അത് അർത്ഥം വെക്കുന്നതിനുള്ള പ്രശ്നമുണ്ട്. നബി പറഞ്ഞത് എന്താണ്? മാസം എന്നത് അശ്ഹറു ഹക്കദാ വഹക്കദ, മാസം അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം എന്ന് നബി പറയുകയും അത് 29 ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 30 ആകാം. അത് ഞങ്ങൾക്ക് ഇന്ന ഉമ്മത്തുൽ ഉമ്മിയ, ഞങ്ങൾ ഉമ്മിയായതുകൊണ്ട് ഏതാണ് 29 വരെ കൂടിയ മാസം, ഏതാണ് 30 ഉള്ള മാസം എന്നത് കൃത്യമായി നേരത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് അത് ഞങ്ങൾ കണക്ക് കൂട്ടുകയോ ഞങ്ങളത് എഴുതി വെക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് നബി പഠിപ്പിച്ചത്. അതിന് മാറ്റമായി ഇത് എഴുതാൻ പാടില്ല എന്നും അത് അംഗീകരിക്കാൻ പാടില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഖുർആൻ പറയുന്നത് ഒരു അശ്ശംസു വൽ ഖമറു ബി ഹുസ്ബാൻ, ശംസിനും ഖമറിനും ഹുസ്ബുണ്ട്, അത് ഹിസാബുണ്ട് എന്ന് പറയുകയും ഇവിടെ കൃത്യമായി വാങ്ങി കൊടുക്കുന്നത് പോലും 12:54, 12:45 ഇങ്ങനെ ഒരു സുന്നത്തിന് വീഴുന്നുണ്ടോ? നബി പഠിപ്പിച്ചത് സൂര്യന്റെ ചായവുകൾ പരിശോധിക്കാനാണ്. ആ ചായവുകൾ പരിശോധിക്കേണ്ടതില്ല എന്നും അത് അറിഞ്ഞാൽ മതി എന്നും ഇപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ തത്വത്തിൽ മാറിയിട്ടില്ല, മാധ്യമത്തിലാണ് മാറിയിട്ടുള്ളത്. എങ്കിൽ ഈ വിഷയത്തിൽ അഥവാ ഹിലാൽ ശവ്വാലിന്റെയും ഹിലാൽ റമളാനിന്റെയും മാത്രമല്ല, ഹിലാലിന്റെ കണക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ വർഷത്തിൽ മുഴുവൻ ആവശ്യമുള്ളതാണ്. ഇത് 2 നാളിലേക്ക് ചുരുക്കിയതാണ് ഒരു പ്രശ്നം. ആ മാസത്തിൽ കാരണം ഇന്നിപ്പോ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ പറയുന്നു മാസം 29, 30 ഉള്ളത് പറയുന്നു. എന്നിട്ടോ നമ്മൾ 31 അല്ലെങ്കിൽ 28 കലണ്ടറിനെ ആശ്രയിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇത് നബി പഠിപ്പിച്ചതിനെതിരല്ലേ? 28ഉം 31ഉമുള്ള കലണ്ടർ അംഗീകരിക്കുന്നതിൽ യാതൊരു മനസ്സിന് യാതൊരു തത്വവും
പക്ഷേ ഇവിടെ റജബ് 3 കണ്ടതായി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ കണ്ടു? അപ്പൊ ന്യൂ മൂൺ എന്നത് കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സ്ഥലത്ത് നിന്നുകൊണ്ട് മാത്രമാണ് കാണാൻ സാധ്യതയില്ലാത്തത്. എന്നാൽ അത് കാണാൻ സാധ്യതയുള്ളതുണ്ട് എന്നതിന് കണ്ടതിന്റെ സാക്ഷികളുണ്ട്, കണ്ടത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ? ഇവിടെ കാണണമെന്ന് വാദിക്കുന്ന ആളുകളുടെ തന്നെ സൈറ്റ് ഇവിടെ ലഭ്യമാണ്. അവർ കാണണമെന്ന് വാശി പിടിക്കുന്നവരാണ്, കണക്കിനെതിരാണ്. പക്ഷേ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന പിറവി അവർ റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡിൽ കാണാൻ സാധ്യതയുണ്ട്. ഇനി കാണാൻ സാധ്യതയുണ്ടെങ്കിൽ അത് എത്ര സമയം കൊണ്ട് കാണാം? എത്ര സമയത്തിനുള്ളിൽ കണ്ടാൽ ഈ വിവരം എടുക്കണം? കണ്ട വിവരം ആർക്കൊക്കെ ബാധകമാണ് എന്നതും ഈ ചർച്ചയിൽ തീരുമാനിക്കണം. എന്ന് പറഞ്ഞാൽ കണക്ക് തള്ളിയാലും കണക്ക് രേഖയില്ല എന്ന് പറഞ്ഞാലും മറുപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നം തീരില്ല. കാണലാണ് എന്ന് വന്നാലും ആ കണ്ടത് ആർക്കൊക്കെ ബാധകമാണ് എന്നുള്ള പ്രശ്നത്തിൽ ഇവിടെ നേരത്തെ ചർച്ച നിലനിന്നിരുന്നു, തർക്കം നിലനിന്നിരുന്നു. ഞങ്ങൾ പോലും ഈ അടുത്ത കാലത്ത് മാത്രമാണ് കണക്ക് കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന ആശയത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് എവിടെ നിന്നെങ്കിലും കണ്ടാൽ ആ തെളിവ് ആ കണ്ടത് സാക്ഷിയുണ്ടായാൽ മതി എന്നായിരുന്നു. അപ്പോൾ പോലും മറുപക്ഷം അത് അംഗീകരിച്ചിരുന്നില്ല. ആ നിലപാടിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് ഖുർആനിലോ സുന്നത്തിലോ അതേപോലെ സലഫ് സാലിഹുകളുടെ മൻഹജിലോ ഉള്ളതല്ല. ബഹുമാനനായ നാസിറുദ്ദീൻ അൽബാനി അതുപോലെ തന്നെയുള്ള മുൻകാല പണ്ഡിതന്മാരൊക്കെ ഒരു സ്ഥലത്ത് പിറവിയുണ്ടായാൽ അതിന് സാക്ഷിയാകുന്ന ആ വിവരം ലഭിക്കുന്ന എല്ലാവർക്കും അത് ബാധകമാണ് എന്നത് തന്നെയാണ് അവരുടെ അഖീദ. അവർ ആ വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. സൂമൂലിൽ ഉയർത്തിയും അബ്ദുലൂരിൽ ഉയർത്തി എന്നത് ഒരു വിഭാഗത്തിന് മാത്രം ബാധകമല്ല, അത് ഒട്ടുമൊത്ത മുസ്ലിങ്ങളോടുള്ള കൽപ്പനയാണ്. ആ മുസ്ലിങ്ങൾക്കൊക്കെ അത് ബാധകമാണ്. പക്ഷേ ഇന്നും കേരളത്തിൽ ആ ഹദീസിനെ കാണാൻ മാത്രം എടുക്കുകയും പ്രായോഗിക തലത്തിൽ വരുമ്പോൾ കേരളക്കാർ മാത്രമാണ് ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നു. ഈ വിഷയം ഒരു പ്രസംഗത്തിലൂടെ പറഞ്ഞാൽ ഇത് തീരാത്തതാണ്. ചർച്ചയ്ക്ക് മുഖ്യത്വം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയങ്ങളിൽ നസീഹത്തോടുകൂടി ഒന്നും അറിയില്ല, ഈ വിഷയത്തിൽ ഒറ്റപൂജ്യമാണ്, ഇത്തരമുള്ള പരാമർശങ്ങൾ വരുമ്പോൾ അത് പ്രകോപനത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ശൈത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇടയിൽ ഈ വിഷയം നസീഹത്തോടുകൂടി ചർച്ച ചെയ്യാതെ ഇതൊരു കശപിശയായി തിരിയണമെന്നാണ്. അത് നമ്മൾ ഉണ്ടാക്കരുത്. ഞങ്ങളുടെ പക്ഷത്ത് വല്ല തെറ്റുകളും ഞങ്ങൾ പഠിക്കുമ്പോഴോ മനസ്സിലാക്കുമ്പോഴോ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നസീഹത്തോടുകൂടി ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താനും ശരിയായ രീതിയിലേക്ക് വരാനും ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഈ ചർച്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അവർ ഈ വിഷയം ചർച്ചക്കെടുക്കാൻ തയ്യാറില്ല. അത് നിന്നപ്പോട്ടെ എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ ഞങ്ങൾ അവഗണിക്കുന്നു. അതുകൊണ്ടാണ് ഈ ചർച്ചയുമായി ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ ജനങ്ങൾ കാര്യം മനസ്സിലാക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇത്തരമൊരു ചർച്ച പോലും ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഈ വിഷയം ഒരു ഇഖ്ലാസോടുകൂടി ഈ കാര്യങ്ങൾ കൃത്യമായി എന്താണ് ഞങ്ങളടുത്ത് വല്ല തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തിത്തരണം. അതുപോലെ നിങ്ങളുടെ നിലപാടുകളിൽ വല്ല വൈരുദ്ധ്യമോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് പ്രസ്ഥാനം ഇത്തര കാലം സ്വീകരിച്ചുള്ള നിലപാട് എങ്ങനെയാണ് മറ്റുള്ള ആളുകളോട് എന്താണ് പറയുക എന്നുള്ള വിഷയത്തിൽ ആലോചിച്ച് കാര്യങ്ങളിൽ നിന്ന് കൃത്യമായ നിലപാടെടുക്കാതെ മാറിപ്പോകരുത് എന്ന് മാത്രം നടത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ കാര്യങ്ങളെ ഇത്തരം രീതിയിൽ അവതരിപ്പിക്കുവാൻ എനിക്ക് ശക്തി നൽകിയ അല്ലാഹുവിനെ സ്തുതി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഗോളശാസ്ത്ര കണക്കുകളെയാണ് എന്നതിന് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിവ് ഉദ്ധരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. മറിച്ച് എന്റെ സംസാരത്തിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായ പോലെ അദ്ദേഹം പ്രതികരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ചർച്ചയല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഇനി എന്റെ സ്നേഹിതൻ ജനാബ് NP മുഹമ്മദ് സക്കരിയ മൗലവിയാണ് സംസാരിക്കുക. അദ്ദേഹത്തിന്റെ സംസാരത്തിന് മുമ്പ് ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. സ്നേഹിതൻ പറഞ്ഞത് ഗോളശാസ്ത്ര കണക്ക് സ്വീകരിക്കണമെന്ന് പറഞ്ഞത് ഒരു ചതിപ്രയോഗത്തിന്റെ ഭാഗമല്ല എന്ന്.
ഞാൻ സൂചിപ്പിച്ചിരുന്നത് മാസമുറപ്പിക്കുന്നതിന് ഇസ്ബാത്തുർ റുഅ്യ, മാസമുറപ്പിക്കൽ, അതിന് അത് അവലംബിക്കാൻ ഖുർആനിലോ ഹദീസിലോ തെളിവില്ല. ഖുർആനും ഹദീസും മനസ്സിലാക്കിയ സഹാബത്തോ താബഈങ്ങളോ സച്ചരിതരായ മുൻഗാമികളോ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരോ സലഫികളോ സ്വീകരിച്ചു വന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് സൂചിപ്പിച്ചത് കണ്ടു എന്ന് പറഞ്ഞതിന് കേന്ദ്രക്കാരൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാണാൻ സാധ്യതയില്ലാത്ത ദിവസം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിച്ചില്ല എന്ന് വന്നാൽ ഇപ്പൊ രണ്ടു കൂട്ടരും കണക്കിനെയാണ് അവലംബിക്കുന്നത് എന്ന്. അവിടെയാണ് പോയിന്റിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്. കേന്ദ്രക്കാര് കേരളത്തില് മാസം ഉറപ്പിക്കാൻ ഒരിക്കലും കണക്ക് അവലംബിച്ചിട്ടില്ല. നേരെ മറിച്ച് സൂര്യനും ചന്ദ്രനും നിശ്ചിത കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ചലിക്കുന്നതെന്ന് അള്ളാഹു പറഞ്ഞത് ആയത്ത് ധരിച്ചുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മാത്രവുമല്ല, ആ കണക്ക് അനുസരിച്ച് കലണ്ടർ ഉണ്ടാക്കുന്നതിന് വിരോധമില്ലെന്നും ആ കലണ്ടർ ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ കലണ്ടർ അവലംബിച്ച ഉമർ മാസം ഉറപ്പിക്കുന്നതിന് ഒരിക്കലും അദ്ദേഹം പോലും അത് അവലംബിച്ചിട്ടില്ല, അതിനുശേഷവും അവലംബിച്ചു പോന്നിട്ടില്ല എന്നതും ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ കണക്ക് അനുസരിച്ചാണ് എന്നത് അംഗീകരിക്കാത്ത പ്രശ്നപ്പെടാറുമില്ല. നേരെ മറിച്ച് മാസം ഉറപ്പിക്കുന്നതിന് അത് അവലംബിച്ചിട്ടുണ്ടോ? രണ്ടു കൂട്ടരും അംഗീകരിച്ചു എന്ന് പറഞ്ഞത് ശരിയല്ല, തെറ്റിദ്ധരിച്ചതാണ്. കേന്ദ്രം പണ്ടോ ഇപ്പോഴോ കേരളത്തിലോ പുറത്തോ അത് സ്വീകരിച്ചിട്ടില്ല. മറിച്ച് അബ്ദുൾ റഷീദ് കോയമ്പത്തൂരിലാണുള്ളത്. അപ്പൊ കോഴിക്കോട് വെച്ചിട്ട് ഇപ്പോ സമയം 1:48. ഈ സമയത്ത് അബ്ദുൾ റഷീദിനെ ഒരാള് കോഴിക്കോട് വെച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇപ്പൊ കോയമ്പത്തൂരിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല. മറിച്ച് ഇപ്പോ അബ്ദുറഹ്മാൻ എന്ന ഞാൻ ഇപ്പൊ കോയമ്പത്തൂരിലാണുള്ളത്. എന്നെ ഒരാള് ഇടവണ്ണയിൽ വെച്ച് ഈ സമയത്ത് 1:48 കണ്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് പറയില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ കണക്ക് അവലംബിക്കാൻ പാടില്ലാന്നോ, അത് കണക്കനുസരിച്ചല്ല ഉണ്ടാവുന്നതും ഇല്ലാതാവുന്നതും എന്നോ ആർക്കും അഭിപ്രായമില്ല. മറിച്ച് മാസം ഉറപ്പിക്കുന്നതിന് ഉണ്ടായാൽ മതിയോ, കാണണമോ? അതാണ് പ്രശ്നം. കാണണം എന്ന് അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനം, അത് മുസ്ലിം ലോകം അന്നു മുതൽ ഇന്ന് വരെ അംഗീകരിച്ചു പോകുന്നത്. വിഷയത്തിന്റെ മർമ്മം അതാണ്. അത് തെറ്റിദ്ധരിപ്പിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ രണ്ടും ആവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടു കൂട്ടരും കണക്ക് അവലംബിക്കുന്നു എന്നുള്ള വാദം അത് ശരിയല്ല എന്ന് ഞാൻ വ്യക്തമാക്കി. പിന്നെ ന്യൂമോണും ഹിലാലും രണ്ടാക്കി പറഞ്ഞ് അങ്ങനെയൊന്നല്ല പറയുന്നത്. രണ്ടും ഒന്നാണോ അല്ല രണ്ടാണോ, ഇതിൽ ഏതൊക്കെയാണ് അവലംബിക്കുന്നത്, അങ്ങനെയൊരു ചർച്ചയിൽ പറയേണ്ടത്. അല്ലാതെ ഒന്നാണോ രണ്ടാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ഞാൻ രണ്ടും രണ്ടാണാ പറഞ്ഞത്. ന്യൂമോൺ അല്ല ഹിലാൽ എന്നാണ് പറഞ്ഞത്. ഹിലാലിനെയാണ് അവലംബിക്കേണ്ടത് എന്ന് അള്ളാഹ് പറഞ്ഞു, നബി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് പറയണം. അത് പറഞ്ഞിട്ടില്ല. പിന്നെ ഖുർആനിനെ ഹദീസ് കൊണ്ട് തള്ളിക്കളയുകയാണ് ഉണ്ടാവുക. ഖുർആനിനെ ഹദീസ് കൊണ്ട് തള്ളിക്കളയല്ല. അൽ ഖുർആൻ യുഫസ്സിറു ബഅദുഹു ബഅദൻ വൽ ഹദീസ് യുഫസ്സിറു ഖുർആൻ എന്നുള്ളൊരു തത്വമുണ്ട്. ഖുർആൻ തന്നെ ഒരു ആയത്തിനെ വേറൊരു ആയത്ത് കൊണ്ട് വിശദീകരിക്കും, ഹദീസ് കൊണ്ട് ഖുർആനിനെ വിശദീകരിക്കും. അള്ളാഹ് നബിയെ പറഞ്ഞയച്ചത് അതിനാണ്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. അവൻ നബിയുടെ വചനം അനുസരിച്ചാണ് നമ്മൾ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്, ഖുർആൻ മനസ്സിലാക്കേണ്ടത്. ഫമൻ ശഹിദ മിൻകും അശ്ശഹറ എന്ന ഷഹിദ എങ്ങനെയാണ് എന്ന് അള്ളാഹ് പറഞ്ഞത് നബിയാണ് പറഞ്ഞു തന്നത്. സൂമൂ ലിറുഅ്യതിഹി വഅഫ്തിറൂ ലിറുഅ്യതിഹി. ആ ഷഹാദത്ത് റുഅ്യത്ത് കൊണ്ടാവണം എന്ന്. പിന്നെ അത് ഹദീസ് കൊണ്ട് ആയത്തിനെ തള്ളലല്ല, നബി ആയത്തിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കലാണ്, നബി വ്യാഖ്യാനിച്ച പോലെ വ്യാഖ്യാനിക്കലാണ്, തള്ളലല്ല. അതേപോലെ തന്നെ സുഹൃത്ത് പറഞ്ഞു രണ്ടു വഴി എന്ന് പറഞ്ഞത് ശരിയല്ല, മൂന്നാമത്തെ ഒരു വഴിയുണ്ട്. സുഹൃത്തെ, ആ വഴി എനിക്കോ താങ്കൾക്കോ ആർക്കും ബാധകമായ വഴിയല്ല, അള്ളാഹുവിന്റെ റസൂലോട് കൂടി അടഞ്ഞു പോയ വഴിയാണ്. ഇനി അങ്ങനെ ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് തുറക്കാൻ പറ്റില്ല. അത് മലക്ക് ജിബ്രീൽ നബിക്ക് വഴി മുഖേന അറിയിച്ചു കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. ആ ജിബ്രീൽ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് നബി ഭരിച്ചതോടുകൂടി അവസാനിച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് രണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് മൂന്നാമത്തെ ഒരു വഴി താങ്കൾക്ക് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല, സാധ്യവുമല്ല. അതിന്റെ മറവിൽ നബിക്ക് ജിബ്രീൽ വഴിയുമായി വന്നു എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു വഴി ഉണ്ട് എന്ന് പറഞ്ഞത് ആ വഴി കൂടി വേറെ വഴി കൂട്ടി കയറ്റാൻ പറ്റില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പറഞ്ഞിട്ടുള്ളത്
എന്നിട്ടും ഇവിടെ കണക്കിനെ എതിർക്കുകയാണല്ലോ എന്നാണ്. ഞാൻ സുലഭസലാമിനെ അല്ലാന്ന് ഉമറുൽ ഖത്താബിന്റെ കലണ്ടർ ഉണ്ടെന്ന് പറഞ്ഞ ആളല്ലേ, അങ്ങനെ കലണ്ടർ പാടില്ല എന്ന് പറഞ്ഞ ആളല്ലല്ലോ. അതിന് പിന്നെ കണക്കനുസരിച്ച് എന്താണ് ഉദയം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും തർക്കമില്ല. തർക്കം കണക്കനുസരിച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിക്കാൻ പറ്റുമല്ലേ എന്നാണ്. അതിനാണ് റസൂൽ എന്ന് പറഞ്ഞത് കണ്ടാൽ നോമ്പെടുക്കുക, കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കുക. അപ്പൊ എന്താണ് ഈ ഇത്ര വലിയ ഒരു വാശി? നബിക്കോ സഹാബത്തിനോ അങ്ങനെ വാശി ഉണ്ടായിട്ടില്ലല്ലോ. നബി പറഞ്ഞത് വായിച്ചു നോക്കിയാലല്ലേ നബിക്കുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി പറഞ്ഞത് ലാ തസൂമൂ ഹത്താ തറൗഹു. അതിന് വാശി എന്ന് പറയാൻ പാടില്ല, അത്ര കണിശമായിട്ടാണ് പറഞ്ഞത്. കാണാതെ നോമ്പ് പിടിക്കുകയേ അരുത്. വിശദമായിട്ട് എന്റെ സുഹൃത്ത് വിശദീകരിക്കും. ഇതേപോലെ തന്നെ ഈ കണക്കൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന കണക്കാണെന്നല്ലോ ഇവിടെ വായിച്ചു പറഞ്ഞത്. ഞാൻ വായിച്ചു പറഞ്ഞതല്ല, വായിച്ചതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയത്. ഇതിൻ്റെയൊക്കെ പ്രശ്നം, അടിസ്ഥാന പ്രശ്നം അവിടെയാണ്. ഞാൻ വായിച്ചത് കണക്ക് ജൂതന്മാരുണ്ടാക്കിയതാണെന്നോ ഷിയാക്കൾ ഉണ്ടാക്കിയതാണോ എന്നല്ല. നേരെ മറിച്ച് ആദ്യം ഗോളശാസ്ത്ര കണക്ക് മാസം ഉറപ്പിക്കുന്നതിനും പെരുന്നാൾ ഉറപ്പിക്കുന്നതിനൊക്കെ കൊണ്ടുവന്നത് ഈ ശരിയായ മനുഷ്യനാണ്, നിരീശ്വരവാദിയായ മനുഷ്യനാണ്. അയാൾ ഷിയാക്കളിലേക്ക് അത് കൊണ്ടുവന്നു, അവരിലൂടെ പ്രചരിച്ചു. അത് പിന്നെ അറിയാതെ നമ്മളിലേക്കൊക്കെ ഇങ്ങനെ കയറി വരികയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കണക്കുണ്ടാക്കിയത് എന്നല്ല. ചെറിയ വ്യത്യാസം പറഞ്ഞിടത്ത് ഞാൻ പറഞ്ഞതിലും എന്റേതായി ഉദ്ധരിച്ച് കെട്ടിക്കാൻ ശ്രമിച്ചതിലുണ്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവില്ല. പിന്നെ പറഞ്ഞത് കുഫറിലോ ഹറാമിലോ എത്തിക്കുന്ന ഇപ്പൊ ഞാൻ വായിക്കുന്നില്ല, കാരണം എന്റെ കയ്യിലുള്ളത് മിർത്താത്തിന്റെ ഭാഗമാണ്. ഇതിൽ ഇമാം ബഗവി ശർഹ് സുന്നയിൽ നിന്ന് ഉദ്ധരിച്ചതുണ്ട്. ഇതൊക്കെ സ്വന്തം മനസ്സിലാക്കിയ ഗോശാസ്ത്ര കണക്കനുസരിച്ചിട്ട് മാസപ്പറവി പിന്നെ സ്ഥിരപ്പെട്ടു എന്ന് കാഴ്ച കൊണ്ട് സ്ഥിരപ്പെടാതെ